നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 1200 ആണ്ട് മിഥുന മാസം 11 തീയതി 2025 ജൂൺ മാസം 25 ബുധനാഴ്ച. നല്ല ദിവസമാണ്. ഇന്നത്തെ നക്ഷത്രവും മകൈര നക്ഷത്രം. മകൈര നക്ഷത്രം ബുധനാഴ്ച രണ്ടും അനുകൂലപ്രദമാണ്. പക്ഷേ ഇന്ന് അമാവാസിയാണ്. എന്തൊക്കെ നല്ലതുണ്ടെങ്കിലും അമാവാസിക്ക് നല്ലതല്ല. അമാവാസി ദിവസം വന്നിരിക്കുകയാണ്. അതായത് പൂർണ്ണമായി ചന്ദ്രൻ ഇരുട്ടിലേക്ക് പോയ ദിവസമാണ്. അമാവാസിക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സവും ഇരുട്ടാണ്. നമ്മൾ എത്ര വെട്ടത്തിൽ ഉണ്ടെങ്കിൽ പോലും നല്ല ഇരുട്ടത്താണെങ്കിൽ നമ്മളെ കയ്യിലിരിക്കുന്ന വെട്ടം പോരാതെ വരും. അപ്പോൾ അങ്ങനെ പലതരത്തിൽ വിഷമിപ്പിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളിൽ ഓരോന്നിന് ഇറങ്ങുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് വേണം നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. അതുപോലെ മിഥുന മാസത്തിലെ മകൈര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് അമാവാസിക്കാണ് നിങ്ങൾക്ക് ബർത്ത്ഡേ വന്നിരിക്കുന്നത്. നമ്മൾ വളരെ സൂക്ഷിക്കണം. പലതരത്തിലുള്ള രോഗായ ദുരിതങ്ങൾ, മനപ്രയാസം, ശാരീരിക ബുദ്ധിമുട്ട്, സാമ്പത്തിക നഷ്ടം. ഇപ്പോൾ ബുധൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ തക്ക റിസൾട്ട് കിട്ടാത്ത അവസ്ഥ. അപ്പോൾ നമുക്കിതിനെ അതിജീവിച്ച് പോകണം. കാരണം അതിജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ബുധൻ്റെ ദിവസം വന്നു, നല്ല നക്ഷത്രമാണ് വന്നത്, എല്ലാം കൊള്ളാം. പക്ഷെ അവിടെ അമാവാസി ഇരുട്ട് കിടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചന്ദ്രനെ തന്നെ പ്രീതിപ്പെടുത്തണം. പൗർണമി വ്രതം നോക്കണം. ഈ വർഷവും അതിനെ അമാവാസിക്ക് ഓപ്പോസിറ്റാണ് പൗർണമി വ്രതം നോക്കി പോകണം ഈ ഒരു വർഷക്കാലവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ഇരുട്ട് മാറുകയും പ്രകാശം നമുക്ക് തരികയും ചെയ്യും. അത് വെട്ടം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ അനുകൂലപ്രദമായി മാറും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അത്ര കണ്ട് നല്ലതല്ല. എന്നാലും നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. കാരണം ഇന്ന് അമാവാസിയാണ്, ഇരുട്ടാണ്. രാത്രിയുള്ള യാത്രകൾ ആകിലും ഒഴിവാക്കുക. അപ്പോൾ ഇന്ന് രാവുകാല സമയം പറഞ്ഞ 12:27 തൊട്ട് 2:02 വരെയും, അതുപോലെ ഗുളികകാലവും യമകണ്ഠകാല സമയം, ഗുളികകാല സമയം പറഞ്ഞത് 10:53 തൊട്ട് 12:27 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 7:44 തൊട്ട് 9:18 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്ന് ആകിലും ഒരു കാര്യം ചെയ്യാതിരിക്കുക. ബൈ ചാൻസ് ചെയ്തേ തീരുള്ളൂ എന്നുള്ള ഒരവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. 12:03 തൊട്ട് 12:51 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് ശുഭകാര്യത്തിനെടുക്കാം. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണം പ്രാധാന്യം കൊടുക്കുക. പച്ച കളറോ പച്ച മിക്സായിട്ടുള്ളതോ അല്ലെങ്കിൽ പച്ച കളറിലൊരു കർച്ചിപ്പെങ്കിലും കയ്യിൽ കരുതുക. നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുതരും. അപ്പോൾ ഇന്ന് അമാവാസിയാണ്. ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം. എല്ലാവർക്കും അവരവരുടെ ഈശ്വരൻ്റെ സപ്പോർട്ട് കൊണ്ട്, അവരവരുടെ ദൈവീയ പവർ കൊണ്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.